ഹലോ മമ്മി ഹൊറർ സിനിമയാണ്. ഹലോ മമ്മി ഹൊറർ എന്ന് പറഞ്ഞാൽ വെറും ഹൊറർ അല്ല, അതിന്റെ കൂടെ എന്തുണ്ട്? കോമഡിയും ഉണ്ട്. നമുക്ക് തിയേറ്ററിൽ ഏറെ നാളുകൾക്ക് ശേഷം ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ. നമ്മൾ പണ്ട് പഞ്ചാബി ഹൗസും തൊമ്മനും മക്കളും പറക്കം തളികയും മുക്കില്ല രാജ്യത്തും ഒക്കെ കണ്ട്, പകൽപൂരം ഒക്കെ കണ്ട് സന്തോഷിച്ചില്ലേ? ആ രീതിയിൽ ചിരിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഹലോ മമ്മി എന്ന് പറയുന്നത്. ഷറഫുദ്ദീനാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷറഫുദ്ദീനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വിന്റേജ് ദിലീപ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ജയറാം ഏട്ടൻ അവരുടെയൊക്കെ ആ ഒരു മാനറിസങ്ങൾ, ചില മാനറിസങ്ങളൊക്കെ കാണണം. വളരെ മനോഹരമായിട്ട് ആ എക്സ്പ്രഷൻസ് ഒക്കെ ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രീതിയിൽ, കോമഡി എക്സ്പ്രഷൻസ് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു താരത്തെ കിട്ടുന്നത്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. സിനിമയെ തന്നെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാം പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡികളുടെ ഐരുകളിയാണ്. ചിരിച്ച് ചിരിച്ച് വയറുവേദന എടുക്കുന്ന ഒരു അവസ്ഥയാണ് ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നത്. അത്രയും നല്ല കോമഡികളുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം, 2 കൺട്രീസിനൊക്കെ ശേഷം ഇത്രയും ചിരിപ്പിച്ച ഒരു പടം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാം പകുതിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആകുന്നു. അത് ചിലർക്ക് ഇത്രയും ചിരിപ്പിച്ചിട്ട് രണ്ടാം പകുതിയിലേക്ക് വരുന്നതുകൊണ്ട് ചിലർക്ക് അതിനെ ഉൾക്കൊള്ളാൻ വരില്ല. എങ്കിൽ പോലും നമ്മൾ യോധയൊക്കെ കണ്ടിട്ടില്ലേ? പണ്ട് യോധയൊക്കെ കാണുമ്പോഴത്തെ യോധയുടെ ആദ്യ പകുതി നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും രണ്ടാം പകുതി കുറച്ചുകൂടെ സീരിയസ് ആയി കുറെ കാര്യങ്ങളും കൂടെ ചേർത്ത് വരുന്നില്ലേ? ആ രീതിയിലാണ് ഈ സിനിമയും പോകുന്നത്. ആദ്യ പകുതി ചിരിപ്പിച്ചിട്ട് രണ്ടാം പകുതി കുറച്ച് സീരിയസ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പകൽപൂരമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പ്രേതമുണ്ട്, പ്രേതത്തെ കണ്ട് നമ്മൾ ചിരിച്ചു. മുകേഷ് ഏട്ടന്റെ, ജഗദീഷ് ഏട്ടന്റെ ഒക്കെ കോമഡി കണ്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇതിന്റെ അകത്ത് ആദ്യ പകുതിയിൽ കുറെ കോമഡിയൊക്കെ കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഉള്ള കുറെ കാര്യങ്ങൾ. പിന്നെ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഷറഫുദ്ദീൻ നമുക്ക് എടുത്തു പറയണം. കാര്യം മലയാള സിനിമയുടെ ഒരു ഭാവി കോമഡി സ്റ്റാർ ആയിട്ട് വളരാൻ പറ്റിയ ഒരാളാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോണി ആന്റണി ഉണ്ട്. ജോണി ആന്റണിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു കോമഡി റോൾ ചെയ്യാൻ ജോണി ആന്റണി മാത്രമേ ഉള്ളൂ. ജോണി ആന്റണിയെക്കാരും കുറച്ചുകൂടെയൊക്കെ എക്സ്പ്രഷൻ ഇടുന്ന ഒരു നടനുണ്ടായിരുന്നു, ആളുകൾ ചെയ്തിട്ടുണ്ട്. നടനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ ഒരു രക്ഷയുമില്ല. പുള്ളിയുടെ മേക്കപ്പിലോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. എങ്കിൽ പോലും സിനിമയുടെ കഥാപാത്രമാകുന്ന ജഗദീഷ് ഏട്ടൻ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്. കുറെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയാണ് നായികയായിട്ട് വരുന്നത്. ഐശ്വര്യലക്ഷ്മി തിരക്കില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ബിന്ദു പണിക്കരുടെ കഥാപാത്രം വരുന്നുണ്ട്. ബിന്ദു പണിക്കർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം, കുറച്ച് പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ കുറെ പുതുമുഖങ്ങള്, അത് ഈ ന്യൂ ജനറേഷൻ താരങ്ങൾ കുറെ പേര്, ജോർജ്, അങ്ങനെ കുറെ പേരുണ്ട്. മൊത്തത്തിൽ ഷറഫുദ്ദീന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു സിനിമ. കൂടെ സബായിട്ട് കുറച്ച് പേര് വന്ന് പോകുന്നുണ്ട്. മൊത്തത്തില് ഈ സമയത്ത് കുട്ടികളുമായിട്ടൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ആയിട്ട് ചിരിച്ച് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ചില പാട്ടുകൾ ചിലതൊക്കെ അസ്ഥാനത്തായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ പാട്ടുകൾ ഒരു നെഗറ്റീവായി പോയി. പിന്നെ ഈ പ്രേതം വരുന്നതിന്റെ എഫക്ട്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്, ചിരിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.